രസമൂറുന്നിതാ പുതുരുചി രസനദൻ തുമ്പിലാ മധു പകർത്തുന്നുവോ മനമാകവേ രുചി മലയാളം രുചി മലയാളം. ഞാൻ രാജ് കലേഷ്. നമ്മളൊരു യാത്ര പോവുകയാണ്. മലയാളത്തിൻ്റെ അപൂർവങ്ങളായ രുചിക്കൂട്ടുകൾ തേടിയുള്ള ഒരു യാത്ര. ഈ യാത്രയിൽ ഞാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ദൂരദർശൻ അവതരിപ്പിക്കുന്നു രുചി മലയാളം. രുചി മലയാളം. എല്ലാ സംസ്കാരങ്ങളെയും സ്വീകരിച്ച നാടാണ് കൊച്ചി. അതുപോലെ എല്ലാ രുചികളെയും. ഒട്ടുമിക്ക രാജ്യക്കാരുടെയും രുചികരമായ ഭക്ഷണം കൊച്ചിയിൽ കിട്ടും. സ്നേഹത്തോടെ വിളമ്പും. അതാണ് കൊച്ചിക്കാരുടെ പെരുമ. സംശയിക്കേണ്ട, കൊച്ചിക്കാരുടെ രുചി അറിയാൻ പറ്റിയ സമയം ഡിസംബർ തന്നെ. തൗഫീഖ്, നമസ്കാരം. എന്താ പരിപാടി? എന്താ പരിപാടി? കുറച്ച് പാചകത്തിന് കുറച്ച് വരക്ക് ഇറങ്ങാന്ന് വെച്ചു. സത്യത്തിൽ അതിനാണോ ലീവ് എടുത്ത് മുങ്ങിയത്? അതെ അതെ, ആരോടും പറയണ്ട. ദുബായ് താജ് ഹോട്ടലിലെ സൂ ഷെഫാണ് ഈ ചെക്കൻ. ഒരുപാട് ഭാഷകൾ അറിയാം. ആർട്ടിസ്റ്റാണ്, കാലിഗ്രാഫറാണ്, ഹിസ്റ്റോറിയനാണ്, പാട്ടുകാരനാണ് എന്ന് വേണ്ട സർവകലാവല്ലഭൻ. മുഗളായി വിഭവങ്ങളെപ്പറ്റി പഠിക്കാൻ വടക്കേ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു. അതിനുശേഷം ആ വിഭവങ്ങളെല്ലാം ചേർത്ത് ഒരു ഫുഡ് ഫെസ്റ്റിവൽ വരെ നടത്തി ഈ കേമൻ. ഉമ്മൂമ്മയാണ് പാചകത്തിലെ തൗഫീഖിന്റെ ഗുരു. ഇതാണ് തൗഫീഖ് സക്കറിയ, ദുബായ് താജിലെ സൂ ഷെഫാണ്. കുറച്ച് ദിവസത്തേക്ക്, ഒരു 9 ദിവസത്തേക്ക് അവിടെ നിന്ന് ലീവ് എടുത്ത് മുങ്ങിയിരിക്കുകയാണ്. വീട്ടിലത്യാവശ്യം എന്നാണ് പറഞ്ഞത്. വീട്ടിലത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊച്ചിയിൽ ബിനാലെ ഉത്സവമേളം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ പടം വരയ്ക്കാൻ തുടങ്ങി. ഇവിടെ എന്തോ ഒരു ആർട്ട് പരിപാടിയായിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ തുടങ്ങിയതാണ് രാവിലെ മുതൽ. എന്താണ് ഇവിടെ പരിപാടി? എന്താണ് സംഭവം? ഇത് നമ്മുടെ കൊച്ചിയിലെ മലബാറി യഹൂദരുടെ പള്ളിയായിരുന്നു, പഴയ പള്ളി. ആ പള്ളിയുടെ മേളിൽ മലബാറി യഹൂദരുടെ, അതെ, കറുത്ത ജൂതരുടെ, അതെ, അവരുടെ പള്ളിയിലെ പാട്ട്. ഇത് മേൽഭാഗം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കുള്ള സ്ഥാനം. അപ്പോൾ അവിടെ ഞാനും ഒരു ഇസ്രായേലി ആർട്ടിസ്റ്റും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ പടം വരക്കും, ഞാൻ എഴുതും. ഞാൻ പറഞ്ഞില്ലേ, കൊച്ചി എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടുകാരെയും നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാ രാജ്യക്കാരെയും കാണാൻ പറ്റും. ജൂതരുണ്ടായിരുന്നു ഇവിടെ, ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു, പോർച്ചുഗീസുകാരുണ്ടായിരുന്നു, ഡച്ചുകാരുണ്ടായിരുന്നു, ഫ്രഞ്ചുകാരുണ്ടായിരുന്നു, പാകിസ്ഥാനികളുണ്ടായിരുന്നു, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, കാബൂളികളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഗൃഹമായ നാടാണ് കൊച്ചി എന്ന് പറയുന്നത്. ആ കൊച്ചിയിൽ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണാൻ പോകുന്നു. നല്ല സന്തോഷം ഞാനിവിടെ വന്നതിന്. ഞങ്ങളുടെ പള്ളിയുടെ സെലിബ്രേഷന് 450 years to bring my own family, the whole my husband, my 4 children, and as well as my parents. They are here with me. It's so happy. We are so happy to be with you all. നീ മലയാളത്തിൽ പറ. പറയാൻ ഞാൻ എനിക്ക് സന്തോഷം നിങ്ങളായിട്ട് നിൽക്കാൻ വേണ്ടി, ഇവിടെ വരാൻ വേണ്ടി. ഞാൻ 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നേക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇപ്പൊ പിന്നെയും വന്നേക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഫോട്ടോ വന്നത് ഓർമ്മയുണ്ടോ? ഫോട്ടോ ഉണ്ടോ? ഞാൻ തന്ന ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. എന്റെ മകനായിട്ട്, എൻ്റെ 4 മക്കളായിട്ട്, എൻ്റെ ഭർത്താവായിട്ട്, എൻ്റെ പേരൻസ് ആയിട്ട് ഉമ്മായും ബാബായും എൻ്റെ കൂടെ ഉണ്ട്. ആൻഡ് ഓൾ കമ്മ്യൂണിറ്റി ഇവിടെ കൂടെ വന്നിട്ടുണ്ട്. ആൻഡ് വി ആർ സോ ഹാപ്പി ടു ബി ബിലോങ്ങിങ് ടു കൊച്ചി. സന്തോഷം. നന്ദി, ഭയങ്കര നന്ദി പറയണേ. എല്ലാവരും നല്ലൊരു. ഞാനൊരു കാര്യം എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊച്ചി എന്ന് പറഞ്ഞാൽ പല രാജ്യക്കാരുടെ മാതൃഭൂമിയാണെന്ന് പറയാം. പല രാജ്യക്കാരുടെ സ്വന്തമായിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് രാജ്യക്കാർക്ക് പോറ്റമ്മയായിട്ടുള്ള നാടാണ്.
കൊച്ചി എന്ന് പറയുന്നത്. അപ്പൊ ആ കൊച്ചിയിൽ വന്നപ്പോഴത്തേക്ക് നിങ്ങളെ പോലെ ഒരു ഫാമിലിയെ കണ്ടു. അങ്ങനെ ഒരുപാട് ഫാമിലി ചേരുന്നതാണ് കൊച്ചി എന്ന് പറയുന്നത്. സത്യത്തിൽ ഒരു ഇന്റർനാഷണൽ ഇന്റഗ്രേഷൻ ആണ് കൊച്ചിയിൽ കാണുന്നത് നമ്മൾ. താങ്ക് യു വെരി മച്ച്. Thank you. So we'll be in touch. And your name? Sandra Twig. Sandra Dekel Twig. രുചി മലയാളം. ധാരാളം വിളക്കുകളുള്ള ഒരു സിനഗോഗിനുള്ളിലാണ് ഞാനിപ്പോൾ. ആദ്യമായിട്ടാണ് ഒരു സിനഗോഗിനുള്ളിൽ പ്രവേശിക്കുന്നത്. ഞാനിപ്പോൾ എറണാകുളത്താണ്. എറണാകുളം ബ്രോഡ്വേയിൽ മേത്തർ ബസാറിൻ്റെ അടുത്തുള്ള കടവുംഭാഗം സിനഗോഗിനുള്ളിലാണ്. ജൂതരുടെ ആരാധനാലയത്തെയാണ് സിനഗോഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ മലയാളികൾ സാധാരണ പറയുന്നത് ജൂതപ്പള്ളി എന്നാണ്. ആ ജൂതപ്പള്ളിയുടെ ഉള്ളിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്നത്തെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ജൂതരുടെ ദീപാവലിയാണെന്ന് പറയാം. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്, ദീപങ്ങളുടെ ഉത്സവം. നമ്മൾ സംസ്കൃതത്തിൽ പറയാറുണ്ട് തമസോമ ജ്യോതിർഗമയാന്ന്, ഇരുട്ടിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ബാബുവേട്ടനോട് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് എലിയാസ് ജോസഫായി എന്നാണ്. അദ്ദേഹമാണ് ശരിക്കും ഈ പള്ളിയുടെ മുഖ്യ നടത്തിപ്പുകാരൻ. ഈ ഹനുക്കയുടെ പ്രത്യേകത എന്താണ്? ഹനുക്ക എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ഇത് വിക്ടറി ഓഫ് ദ മക്കാബി. അത് 200 മക്കാബി സോൾജേഴ്സ് റോമൻ എംപയർ, വളഞ്ഞിരുന്ന റോമൻ എംപയറിനെ തകർത്തുകൊണ്ട് 25,000 ആൾക്കാരെ കൊല ചെയ്തുകൊണ്ട് ദേവാലയത്തിൽ പ്രവേശിച്ചു. മക്കാബി യഹൂദ മക്കാബി. അപ്പം അവിടെ ചെന്നപ്പോൾ കെടാവിളക്ക് കത്തിക്കാൻ ഉള്ള എണ്ണ ഒരു ദിവസത്തേക്കുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. മിറാക്കിൾസ് ഹാപ്പൻഡ്. ആ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ എണ്ണ 8 ദിവസം കത്തി എന്നുള്ളതാണ് ചരിത്രം. അതാണ് 8 ദിവസത്തെ തിരി കത്തിക്കുക, കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടി 8 ദിവസം അത് അന്ധകാരം മാറ്റി. ഇന്ന് 8ാം ദിവസമാണ്. 8ാം ദിവസം 8 ദിവസം ഓരോ ദിവസം ഓരോന്ന് കത്തി 8 ദിവസത്തെ കമ്മമറേറ്റ് ചെയ്യാനാണ്. ഷെമ്മാഷ് മുകളിൽ കാണുന്നത് ഷെമ്മാഷ് നദിയിൽ നിന്നാണ് ലൈറ്റ് എടുത്ത് കത്തിക്കുന്നത്. കൊച്ചിക്കാർക്ക് ഒരു 1,000 വിഭവങ്ങളുണ്ട്. കൊച്ചിയിലെ എൻ്റെ പ്രിയരുചികളിലൊന്ന് കായ്ക്കയുടെ ബിരിയാണിയാണ്. പട്ടാളത്തിൽ നിന്നും താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടപ്പോൾ ഒരു ഗതിയുമില്ലാതെ കൊച്ചിയിൽ വന്നിറങ്ങിയതാണ് കായ്ക്ക. കായ്ക്കയുടെ ബിരിയാണിയുടെ സ്വാദ് കൊച്ചിക്കാർക്കങ്ങ് ബോധിച്ചു. സംഗതി ഹിറ്റായി. ഇപ്പോൾ ടൂറിസം മാപ്പിൽ നമ്പർ 1 ആയി തുടരുന്നു കായ്ക്കയുടെ ബിരിയാണി. മറ്റൊരു രുചി ഇറച്ചിച്ചോറാണ്. ഹനീഫ്കയുടെ ഇറച്ചിച്ചോറ്. പല ജോലികൾക്കും പോയി ഒന്നും വിജയിക്കാതായപ്പോൾ ഹനീഫ്ക മനസ്സിലെടുത്ത തീരുമാനമാണ് ഒരു തട്ടുകട. ആദ്യം 5 കിലോ അരിക്ക് ഇറച്ചിച്ചോറുണ്ടാക്കി. പിന്നെ കൊച്ചിക്കാര് ക്യൂ ആയി. ഇപ്പോ വിദേശികളടക്കം ക്യൂ നിൽക്കും. ഹനീഫ്കയ്ക്ക് ഇതൊരു ബിസിനസ്സല്ല, ഒരു ഹരമാണ്.
60 രൂപയ്ക്കാണ് ഇപ്പോഴും ഇറച്ചിച്ചോറ് വിളമ്പുന്നത്. നമ്മളിപ്പോൾ തൗഫീഖിൻ്റെ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ്. തൗഫീഖിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കൈ പോരാ, 2 കൈയും പോരാ തൗഫീഖിൻ്റെ കാര്യങ്ങൾ പറയാൻ. 29ാമത്തെ വയസ്സിൽ അദ്ദേഹം സൂഷെഫ് ആയിരിക്കുകയാണ്. ഒരു 30-32 വയസ്സ് കഴിയുമ്പോൾ എക്സിക്യൂട്ടീവ് ഷെഫിലേക്ക് പോകും. അപ്പോൾ അത്രയും യങ് ഏജിൽ അതിലും കാലിബർ തെളിയിച്ച ആളാണ്. നോർത്ത് ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് ഒരുപാട് ഈ മുഗളായി കുസീൻസിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് താജിൽ ഒരു വലിയ ഫുഡ് ഫെസ്റ്റിവൽ ഒറ്റയ്ക്ക് കണ്ടക്ട് ചെയ്ത ആളും കൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ വിശേഷണങ്ങളുള്ള ആളുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തൗഫീഖ് എന്നോട് പറഞ്ഞത് ചാച്ചിമയല്ലേ, ചാച്ചിമയെക്കുറിച്ച് പറഞ്ഞത് കുക്കിങ്ങിൽ ഒന്നും അല്ലെന്നാണ്. ചാച്ചിമ എന്തെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ അത് ഗംഭീരമാണെന്നാണ് പറയുന്നത്. ഇത് തൗഫീഖിൻ്റെ എൻ്റെ ഫാദർ അച്ഛനാണ്, ഇത് ഉമ്മയാണ്. പേരെന്താണ്? സക്കറിയ. തൗഫീഖ് സക്കറിയ. അസൂറ. മോൻ്റെ പേരെന്താ? അറാഷ്. എൻ്റെ പെങ്ങളുടെ മകനാണ്. അത് ചാച്ചിമയുടെ ഏറ്റവും ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു അച്ചാർ, ഒരു ചെറുനാരങ്ങ ഒരു നിമിഷ നേരം കൊണ്ട് അച്ചാർ ഇടും. ഒരു ചെറുനാരങ്ങ. അതുപോലെ എന്ത് സാധനം കിട്ടിയാലും, ഒരു മീനാണെങ്കിലും ഒരു തീയാണെങ്കിലും, അത് എന്തും വെറൈറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി തരാൻ ബെസ്റ്റാണ് തൗഫീഖിന്റെ ചാച്ചിമ. ഓക്കെ, അപ്പൊ ചാച്ചിമയാണ് ഇന്നത്തെ താരം. കൊച്ചിക്കാരുടെ ഫുഡുകൾ എന്തൊക്കെയാ? ഇറച്ചിച്ചോറ്, ചെമ്മീൻ ചോറ്, മീൻ ബിരിയാണി. ആര് പറഞ്ഞിഷ്ടല്ല? മീൻ ബിരിയാണി, കൂന്തള്. പിന്നെ ചെമ്മീൻ വെച്ചിട്ട് വട ഉണ്ടാക്കൂലേ, ചെമ്മീൻ വട, അതും കൊച്ചിക്കാരുടെ മാത്രമാണ്, ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ചെമ്മീൻ വെച്ചിട്ട് വരെ വട ഉണ്ടാക്കുന്ന നാട്ടുകാരാ. കോഴിയട ഉണ്ട്. പിന്നെ മണ്ട. ചാച്ചിമാടെ സ്പെഷ്യൽ അല്ല, മണ്ട ഉണ്ടാക്കും. റവ കൊണ്ടാണ് മണ്ട ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഇറച്ചിച്ചോറ്, ചാച്ചിമായുടെ വക ഇറച്ചിച്ചോറാണെന്ന് ഡിഷ്. 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ എല്ലാം കിടിലൻ ഷെഫ്മാരൊക്കെയാണ്. ഇതിക്ക് മേലെയുള്ള ഷെഫ്മാരൊക്കെ ഉണ്ട്. പക്ഷേ ചാച്ചിമായുടെ ഇറച്ചിച്ചോറ് തിന്നണമെങ്കിൽ നേരെ കൊച്ചിക്ക് ടിക്കറ്റ് എടുത്ത് വരണം. അപ്പോൾ ഈ ഇറച്ചിച്ചോറ് ഇത്തിരി വാല്യുബിൾ ആണ് അല്ലേ, സ്പെഷ്യലുമാണ്. അപ്പോൾ ഇന്ന് തൗഫീഖിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാച്ചിമായുടെ ഇറച്ചിച്ചോറാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ്. നമ്മൾ ഇനി കിച്ചണിലേക്ക് പോകാൻ പോകുന്നു. കൊച്ചിക്കാരുടെ ഇറച്ചിച്ചോറ്. ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും വിശേഷപ്പെട്ട വിഭവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറയുക ഇറച്ചിച്ചോറാണ്. ഞാൻ ഹനീഫ് കയുടെ കടയിൽ, പച്ച വെളിച്ചെണ്ണ എന്ന് ഇതിന് പേരുണ്ടല്ലോ, ഹനീഫ് കയുടെ കടയിൽ നിന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് വരുന്ന സമയത്ത് ഗംഭീര തിരക്കായിരിക്കും. പക്ഷെ ആ ചൂടിലിരുന്ന് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്, അബിയർക്കും നമ്മളത് കഴിച്ച് കഴിഞ്ഞിട്ട്. അതെ, അപ്പോൾ ആ ടേസ്റ്റ് എൻ്റെ നാവിലുള്ളൂ. അപ്പോൾ ഇന്ന് ചാച്ചിമയുടെ ഇറച്ചിച്ചോറാണ് നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അടിച്ചു പൊളിക്കാം. ശരിക്കും അധികം അറിയപ്പെടാത്ത ഒരു ഡിഷാണ് ഇറച്ചിച്ചോറെന്ന് പറയുന്നത്. ഈ കൊച്ചി പരിസരവാസികൾക്കാണ് ഇത് കൂടുതൽ അറിയുന്നത്. മറ്റ് ജില്ലകളിൽ താമസിക്കുന്നവർക്ക് ഇത് ബിരിയാണിയല്ല, ഇത് ബിരിയാണിയാണോ എന്ന് തോന്നും. പക്ഷേ ഇത് ബിരിയാണിയല്ല, ഇത് കൊച്ചിക്കാരുടെ ഇറച്ചിച്ചോറാണ്. നമുക്ക് തുടങ്ങിയാലോ? തേങ്ങാച്ചോറുണ്ട്, നെയ്ച്ചോറ്, ചെമ്മീൻ ചോറ്, അങ്ങനെ ഒരുപാട് ഡിഷുള്ള നാട്ടിലാണ്. ഇനിയും ചാച്ചിമാരുടെ അടുത്തേക്ക് ഒരുപാട് തവണ വരേണ്ടി വരും, ഒരു വരവൂടെ വരേണ്ടി വരും. ചാച്ചിമായ്ക്ക് എത്ര മക്കളാ? 6. അപ്പോൾ ഈ 6 മക്കളുടെ വീട്ടിൽ നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് വന്നിട്ട് ചാച്ചിമായുടെ കുക്കിങ് എടുക്കും. അടിപൊളിയല്ലേ? പൊളിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ കൊച്ചിക്കാരുടെ സ്വന്തം ഡിഷായിട്ടുള്ള ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വല്യമ്മ ചാച്ചിമ റെഡിയാണ്. ഇവിടെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ചാച്ചിമ ഇത് എന്തൊക്കെയാണ്? ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ചെറിയ ഉള്ളി ചതച്ചത്. ഓക്കെ. പിന്നെ ബീഫ് ഇവിടെ ഉണ്ട്, തക്കാളി, പിന്നെ ഏലക്കപ്പട്ട, കറിയാമ്പൂ, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മല്ലിച്ചീര, പിന്നെ ചോറ്. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. പിന്നെ അതിലേക്ക് എന്തൊക്കെയാണ്? ഇഞ്ചി, വെളുത്തുള്ളി കൂടെ ചതച്ചത്, പച്ചമുളക്. തക്കാളി ഒരു കഷ്ണം മതിയാവില്ലേ? തക്കാളി, ഉപ്പ്, മഞ്ഞപ്പൊടി എത്ര വേണം? എത്ര മതിയോ?
അപ്പം അത് കഴിഞ്ഞിട്ട് എന്താണ് വേറെ അടുത്തത്? മുളക്. അപ്പം ഇത് ഇറച്ചിക്കുള്ള മസാല. അപ്പം ഇനി നമ്മൾ ഇറച്ചി ഇതിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. ആ അപ്പം നമുക്ക് ഇറച്ചി ഇടാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ചതച്ചതും പിന്നെ പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്തിട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് തക്കാളി ഇട്ട് പിന്നെ മഞ്ഞൾ, മുളക് പൊടി, ഉപ്പ് എന്നിട്ടിട്ട് നമ്മൾ എന്താ പറയുക ബീഫും ചേർത്ത് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കണം അല്ലേ? വെള്ളമല്ലേ ഒഴിക്കണ്ടേ? അപ്പോൾ ബീഫ് വേകാനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളത് അടച്ചു വെക്കണം. നന്നായിട്ട് തിളച്ചു തുടങ്ങി തോന്നുന്നു. വെന്തിട്ടില്ലേ? ഇപ്പൊ നമ്മള് ഇട്ട മസാല എല്ലാം എന്താ പറയുന്നത് നന്നായിട്ട് ബീഫിൽ പിടിച്ച് ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നോക്കുമ്പോൾ അറിയാം. ആ പക്ഷെ എനിക്കൊന്ന് പകുതി കുക്കായാൽ മതി അല്ലേ? ചോറിന്റെ കൂടെ ബാക്കി കുക്കാണുള്ളത് കൊണ്ടിട്ട്. ആ അപ്പൊ നമുക്ക് ചോറ് ഉണ്ടാക്കാനുള്ള പാത്രം ഇവിടെ വെക്കാം. മസാല ഇവിടെ റെഡിയാണ്. പാത്രത്തിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, കറയാമ്പ്, ഏലക്ക, അപ്പം അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് അവിടെ കുതിർത്ത് വെച്ച അരി അല്ലേ? അരി ഇടണോ? അരി ഇട്ട് തീ കൊടുക്കണം. അവിടെ ഇറച്ചിയുടെ മസാലയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഇളക്കാം. അപ്പോൾ ആ ഇറച്ചിയുടെ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്ത് അതിലെ ടേസ്റ്റും അതിലെല്ലാം ഈ വെള്ളത്തിലേക്ക് വന്നു. അത് നമ്മുടെ ചോറിലേക്ക് ഒഴിച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് ഫ്ലെയിമിൽ വെച്ച് ഇത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സിമ്മിലേക്ക് വെക്കുക. എന്നിട്ടൊരു ഹാഫ് ആൻ അവർ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇറച്ചിച്ചോറ് റെഡി. അപ്പം ഞാനൊന്നും കൂടെ പറയാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന് ഒന്നും കൂടെ ഓർത്ത് വെക്കാൻ വേണ്ടി. ആദ്യം ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, ചെറിയുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചതും കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റി അതിലേക്ക് തക്കാളി ഇട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്തിട്ട് കറി മസാല പൊടിയും കൂടെ, അതായത് ഗരം മസാലന് നമ്മൾ കറി മസാല പൊടി എന്ന് പറയുന്ന അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അതിലേക്ക് ബീഫ് ഇട്ട് ഒന്ന് ഇളക്കി അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ മസാല ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ വേറൊരു പാത്രത്തിൽ, അതായത് ഈ രണ്ടും കൂടെ ചേർക്കാനുണ്ട്, ചോറും മസാലയും കൂടെ ചേർത്ത് കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വലിപ്പമുള്ള പാത്രത്തിൻ്റെ അകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു. ഏലക്ക, പട്ട, കറയാമ്പു, കുരുമുളകും പെരുംജീരകവും കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് വഴറ്റി ആ കുതിർത്ത് വെച്ച പുഴുക്കലരി അല്ലേ, പുഴുക്കലരി കുതിർത്ത് വെച്ചത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു. ഈ മസാല അതിലേക്ക് ഇട്ടു. ചോറിലേക്ക് ആ മസാല ഇട്ട് ആ മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റി അതും ഒഴിച്ച് നമ്മൾ അടച്ച് ഒരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും ബാക്കി ഒരു 20 മിനിറ്റ് സ്ലോ ഫ്ലെയിമിലും വെച്ച് നമ്മളത് സൈഡിലേക്ക് വെക്കുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞു. അതിൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അത് തുറന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചീര ഇട്ടിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് നമുക്ക് മിക്സ് ചെയ്യണം. അത് മല്ലിച്ചീര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഇപ്പോൾ അത് മല്ലിച്ചീര ഇട്ട് നമ്മൾ സംഭവം അടച്ചു വെച്ച് ഒരു 15 മിനിറ്റും കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചിച്ചോറ് റെഡി അല്ലേ? റെഡി അല്ലേ? ഇപ്പോൾ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം റെഡി. അതൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് നമുക്ക് കലേഷ് ബായിക്ക് കൊണ്ടേ കൊടുക്കാം. ഈ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുമ്പോഴുള്ള മണം അവസാനം ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കില്ലേ? നെയ്യ് തൊടൂല. ആ വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്തുണ്ടല്ലോ എവിടെ നല്ല മണം. ഇനി അപ്പുറത്തുകാർ അങ്ങനെ വന്നിട്ട് ഇത് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കില്ല കേട്ടോ, കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ചാച്ചിമ്മ ഉണ്ടാക്കിയ ഇറച്ചിച്ചോറ് കഴിക്കാനായിട്ട് എന്താണ്
പുളിക്കറിയോ? പുളിങ്കറി. പുളിങ്കറി എവിടെ? സ്പൂൺ കൊണ്ടൊക്കെ പരിഷ്കാരികളല്ലേ കഴിക്കുന്നത്. ഈ പുളിങ്കറിയും കൂട്ടിയിട്ടാണ് ഇറച്ചിച്ചു. പുളിങ്കറി ആദ്യം നോക്കട്ടെ. ഇത് പുളിയിഞ്ചിയല്ലേ? പുളിങ്കറിയാണ്. കൊച്ചിക്കാരുടെ പുളിങ്കറി. ആഹാ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ പുളിങ്കറി. മക്കളെ വീട്ടിലൊക്കെ നിൽക്കണം നിർബന്ധമുണ്ടോ? ഈ മോൻ്റെ വീട്ടിൽ കൂടെ നിന്നാ പോരെ? പോരെ? ഞാൻ ഒരു ഐഡിയ പറയാം. നല്ല സുഖമായിട്ട് നിൽക്കാം. എൻ്റെ വീട്ടിലേക്ക് പോവാം. 2 ചെറിയ പിള്ളേരും ഒക്കെ ഉണ്ട്. അടിച്ചു പൊളിക്കാൻ പോകും. എല്ലാ ദിവസവും ഉച്ചക്ക് ഇറച്ചിച്ചോറ്. തൗഫീക്കേ, സത്യത്തിലുണ്ടല്ലോ, ചാച്ചിമാ ദുബായിൽ പോയിട്ട് താജിൽ ചേർന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ 28 വയസ്സിൽ എക്സിക്യൂട്ടീവ് ഷെഫായി. കൊച്ചിക്കാരുടെ ഇറച്ചിച്ചോറ് എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല കേട്ടോ, പൊളിയാണ്. താങ്ക് യു ഡിയർ. ഉണ്ടാക്കിയത് ചാച്ചിമയാണെങ്കിലും കൈ കൊടുത്ത തൗഫീക്കിന് എന്തിനാണ് കൊടുത്തതെന്നല്ലേ? അതാണ്, ഈ ചാച്ചിമയെ പറ്റിയിട്ട് ഇത്രയും വാദവരാതെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. അതേ സമയമായപ്പോഴത്തേക്ക് തൗഫീക്ക് ഇപ്പം ബിനാലെയാണ്, ക്രിസ്മസുമാണ്, അതിനോടനുബന്ധിച്ച് തൗഫീക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ചാച്ചിമയെ പരിചയപ്പെടാൻ പറ്റി. അമേസിംഗ് ആയിട്ടുള്ള നമ്മുടെ കൊച്ചിക്കാരുടെ സ്പെഷ്യൽ ഇറച്ചിച്ചോറ് കഴിക്കാനും പറ്റി. ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രുചി മലയാളം ഒരു 100-150 എപ്പിസോഡെങ്കിലും മിനിമം പോകണമെന്നുള്ളതാണ്. ഒരുപാട് റെയർ റെസിപ്പീസ് കേരളത്തിൽ നമ്മുടെ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഈ രുചി യാത്രയിൽ എന്നോടൊപ്പം ഷെഫ് തൗഫീഖ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടാവില്ലേ? ഉണ്ടാവുമെന്ന് പറ. ഒളിക്കും നമ്മൾ. അപ്പം കുറച്ചുകൂടെ വെച്ചേ, മൊത്തം അങ്ങോട്ട് വെച്ചോ. രുചി മലയാളം വീണ്ടും തുടരും. ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. കേരളത്തിലുണ്ട് ഉടനീളം അറിയപ്പെടാത്ത ഒരുപാട് ഡിഷുകളുണ്ട്. ആ ഡിഷുകളൊക്കെ തേടി എൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കൂടെ ഒരുമിച്ച് ടാറ്റാ ടാറ്റാ ബൈ ബൈ. രുചി മലയാളം. രുചി മലയാളം.